ഹായ്, പുനെ മല്ലൂസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ്. ഒരു പ്ലാനിങ്ങും ഇല്ലാത്തൊരു യാത്രയാണ് ഇന്നത്തേത്. അപ്പോൾ ഇവിടെ കണ്ട അച്ചുവും ഈശയെല്ലാം റെഡി ആയിട്ടുണ്ട്. ചേട്ടന്മാർ രണ്ടുപേരും വണ്ടി എടുത്തോട്ട് പോയി, പിള്ളേരും പോയിട്ടുണ്ട്. അവർ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ലോണാവാല ഹിൽ സ്റ്റേഷനിലേക്ക് പോകാനാണ്. അപ്പോൾ മഹാരാഷ്ട്രയിൽ വരുന്ന ഒട്ടുമിക്ക ആൾക്കാരും ലോണാവാല വിസിറ്റ് ചെയ്യാതെ പോകാറില്ല. അപ്പോൾ ഇവരെയും നമുക്ക് ലോണാവാല ഒന്ന് കൊണ്ട് കാണിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ദാണ്ട് ഈ കാണുന്നത് ലോണാവാല ലേക്കാണ്. ലോണാവാല ഹിൽ സ്റ്റേഷനിലേക്ക് പോകുന്നവരെല്ലാവരും ഇതുപോലെ ഇവിടെ നിർത്തി ഈ ഭാഗമൊക്കെ ഒന്ന് കണ്ടിട്ടാണ് പോകുന്നത്. അത്രയ്ക്ക് മനോഹരമായ ഒരു ഏരിയ ആണിത്. അപ്പം ഞങ്ങളും കുറച്ച് ഫോട്ടോസും റീൽസും ഒക്കെ എടുത്തു. ഇനി നമ്മൾ നേരെ പോകുന്നത് ബുഷി ഡാമിലേക്കാണ്. അപ്പോൾ ബുഷി ഡാം കഴിഞ്ഞിട്ട് നമുക്ക് ടൈഗർ പോയിൻറ്റും ലൈൻ പോയിൻറ്റും കാണാം. ലോണാവാല ലേക്കിലെ വ്യൂസൊക്കെ കണ്ടു. ഇനി നമ്മൾ ബുഷി ഡാമിലേക്ക് പോവുകയാണ്. അവിടെ റോഡ് സൈഡിലായിട്ട് കുറേ പ്രൈവറ്റ് പാർക്കിംഗ് ഉണ്ട്. അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് 5 മിനിറ്റോളം നടക്കാനുണ്ട് ബുഷി ഡാമിലേക്ക്. അപ്പോൾ പോകുന്ന വഴി റോഡ് സൈഡിലായിട്ട് കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ കുറച്ച് ചെരുപ്പുകളൊക്കെ നിരത്തി വെച്ചേക്കുന്നത്. കാരണം നമ്മൾ ഷൂസൊക്കെ ഇട്ടുകൊണ്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ വെള്ളം നനയാൻ പറ്റാത്തത് ഇവിടുത്തെ ചെരുപ്പുകളൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇവിടെ തന്നെ 2 റോഡുകൾ കാണാം. റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഡാമും ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ലേക്കും കാണാൻ പറ്റും. ആ ലേക്കിലേക്കുള്ള വഴികളെല്ലാം അടച്ചിരിക്കുകയാണ്. നമ്മൾ ഡാമിലേക്കാണ് ഡയറക്റ്റ് പോകുന്നത്. പോകുന്ന വഴിയിലെല്ലാം കൊച്ചു കൊച്ചു കച്ചവടക്കാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ബുഷി ഡാമിൽ എത്തിയിട്ടുണ്ട്. വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്ന് തിരക്ക് കുറവാണ്. അതല്ലെങ്കിൽ ഇവിടെ അങ്ങ് നിൽക്കാൻ പോലും നമുക്ക് സ്ഥലം കാണത്തില്ല, അത്രയ്ക്ക് തിരക്കാണ്. തന്നെയല്ല മഴയൊന്ന് കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ വെള്ളച്ചാട്ടം കുറവാണ്. അല്ലെങ്കിൽ ഈ സ്റ്റെപ്പൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. കഴിഞ്ഞ ആഴ്ച വരെ നല്ല തിരക്കായിരുന്നു. ഞാൻ ന്യൂസിലൊക്കെ കണ്ടതാണ്. അപ്പം നമുക്ക് മുകളിലേക്ക് പോയി മുകളിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഈ സ്റ്റെപ്പിലൂടെ കണ്ടിന്യൂസ് വെള്ളം വീണുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല വഴുക്കലുണ്ട്. അപ്പോൾ വീണു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സൈഡിൽ കാണുന്ന ചെറിയ സ്റ്റെപ്പിലൂടെ കയറിയാൽ ഈ ഡാമിൻ്റെ ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റും. കുറച്ചുകൂടെ ഉയരത്തിലാണ് സ്റ്റെപ്പുള്ളത്. ഞാനിവിടെ സൈഡിലൊരു ക്ലിപ്പ് വെക്കുന്നുണ്ട്. ഇത് 2 ആഴ്ചയ്ക്ക് മുന്നേ ഉള്ളൊരു വീഡിയോ ആണ്. ആ മഴ സമയത്ത് ഇത്രയ്ക്കും ഫോഴ്സിലാണ് വെള്ളം വന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ആൾക്കാരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സർക്കാർ ടൂറിസ്റ്റുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇവിടുത്തെ വ്യൂസൊക്കെ കണ്ടു. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ആർക്കും വരാനും മനസ്സില്ല. നമുക്കിനി ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ടൈഗർ പോയിൻറ്റിലേക്കാണ് പോകേണ്ടത്. അവിടേക്ക് പോവാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ടൈഗർ പോയിൻറ്റിലാണ്. ഇതിനടുത്ത് തന്നെയാണ് ലയൺസ് പോയിൻറ്റും ഉള്ളത്. ഈ 2 സ്ഥലങ്ങളിൽ നിന്നാലും കാണുന്ന വ്യൂസ് ഒരുപോലെയാണ്.
ടൈഗർ പോയിൻ്റ് സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഈവനിംഗ് ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഉച്ചയ്ക്കാണ്. ഇത് മൺസൂൺ സമയം ആയതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് വന്നിരുന്നത് കൊണ്ട് വലിയ ചൂടൊന്നും അനുഭവപ്പെട്ടില്ല. നല്ല ക്ലൈമറ്റ് തന്നെ ആയിരുന്നു. ടൈഗർ പോയിൻറ്റിന് ഈ പേര് വരാനുള്ള കാരണം കുതിച്ചു ചാടുന്ന ഒരു ടൈഗറിൻ്റെ രൂപഭാവമാണ് മലകൾക്കെന്നാണ്. പക്ഷേ എനിക്കത് നോക്കിയിട്ട് കാണാനൊന്നും പറ്റിയില്ല. നിങ്ങൾക്കെങ്ങാനും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞാൻ ഇനി ഇവിടെ നിന്നുള്ള ഒരു വ്യൂസ് കാണിച്ചു തരാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ കാണുന്ന കോണാകൃതിയിലുള്ള ഈ കൊടുമുടിയാണ് ശിവലിംഗ കൊടുമുടി. ഇനി നമുക്ക് ലയൺസ് പോയിൻറ്റിലേക്ക് പോകാം. ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് ലയൺസ് പോയിൻ്റ് ഉള്ളത്. ഇതിപ്പോൾ ഉച്ച ആയതുകൊണ്ടാണ് മൊത്തം കാലിയായി കിടക്കുന്നത്. വൈകിട്ടാകുമ്പോഴത്തേക്ക് മൊത്തം ഈ ഗ്രൗണ്ട് മൊത്തം വണ്ടികൾ കൊണ്ട് നിറയെ ആൾക്കാരായിരിക്കും. ടൈഗർ പോയിൻറ്റും ലയൺ പോയിൻറ്റും അടുത്തടുത്തുള്ള 2 ഹിൽ പോയിൻറ്റുകളാണ്. ടൈഗർ പോയിൻറ്റിൻ്റെ കണക്ക് രൂപസാദൃശ്യം കൊണ്ട് ഉള്ള പേരല്ല ലയൺ പോയിൻറ്റിന്. അത് ലോണാവാല ലയൺസ് ക്ലബിൻ്റെ ഭാഗമായിട്ടാണ് ലയൺ പോയിൻ്റ് എന്നുള്ള പേര് വന്നത്. എന്താ ദീദി ഒരു ഹാപ്പി അല്ലാതെ നിൽക്കുന്നത്? അതുകൊണ്ട് എനിക്ക് സ്കൂളിൽ പോകണം. ഇന്ന് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? പ്രാക്ടീസ് ഉണ്ട്, പക്ഷെ എനിക്കിവിടെ കറങ്ങാനും വരണം. രണ്ടിടത്തും പോകണം, സ്കൂളിലും പോകണം, സ്കൂളിലും പ്രോഗ്രാം ഉണ്ട്. ഇന്ന് പ്രാക്ടീസ് ഉണ്ട്. നാളെ സ്പോർട്സ് ഡേ ആണ്, അതിൻ്റേതായിട്ടുള്ള പ്രാക്ടീസും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ദീദി ഹാഫ് മൈൻഡിൽ നിൽക്കുക ഇവിടെ. ഇപ്പം വെള്ളം അടിച്ച് സ്കൂളിൽ അടുത്തല്ല, അത് ഓരോരോ മണിക്കൂർ കഴിയുമ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം സ്കൂളിൽ ഇത് നടക്കുമായിരിക്കും, ഇതിൻ്റെ പ്രാക്ടീസ് നടക്കുമായിരിക്കും. കൊച്ചിന് നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുക. അച്ചു അനിയനും കൂടെ കുറച്ച് ദൂരോട്ടൊക്കെ പോയി കുറേ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പോയി. ഞങ്ങളിപ്പോൾ ഇവിടെ 3-4 തവണ വന്നതുകൊണ്ട് തന്നെ സെയിം പോയിൻറ്റുകൾ, പക്ഷേ നല്ല ക്ലൈമറ്റുമാണ്, കാണാനൊക്കെ നല്ലതാണ്. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും ദീദിയും കൂടി ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. അവരെല്ലാം കുറച്ച് ദൂരോട്ട് പോയി നിന്നിട്ട് എടുക്കുന്നത്. എവിടെ നോക്കിയാലും ഒരേ വ്യൂ പോയിൻ്റാണ്. മലയുടെ മുകളിൽ നിന്നിട്ട് പല സൈഡിലോട്ട് നോക്കിയാലും എല്ലാം ഒരേ വ്യൂ പോയിൻ്റാണ്. പക്ഷേ പണ്ടത്തെ കണക്കുള്ള തിരക്കൊന്നുമില്ല. അയ്യോ എൻ്റെ കുഞ്ഞിന് നടക്കാൻ വയ്യായേ. ഇവിടെ അച്ചു ലോണാവാലയിൽ ഒരു ഫ്ലാറ്റ് മേടിക്കാൻ പോകും, റിസോർട്ട്. എന്നിട്ട് എനിക്ക് തരും. ജോലി തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടനോട്ട് ഇവിടെ വന്ന് താമസിക്കാനാണ് പറയുന്നത്. ഇവിടുത്തെ ഈ വ്യൂ പോയിൻറ്റ്സൊക്കെ കണ്ട് മതി വരാതെ ഇങ്ങനെ നിൽക്കുന്ന അച്ചുവിനെയും വലിച്ചെടുത്തുകൊണ്ട് ഞാൻ പോവുകയാണ് അടുത്ത സ്ഥലത്തേക്ക്. നമുക്കിനി ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ലോണാവാലയിലുള്ള സിറാമിക് മാർക്കറ്റിലേക്കാണ്. ഇത് ബുഷി ഡാമിനടുത്തായിട്ട് തന്നെ കാണുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് അവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. ഇത് ഇവർ തന്നെ ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതാണ്. സെറാമിക്കിൻ്റെ തന്നെ കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ. മണി പ്ലാന്റ് വെക്കുന്നത്, ചെടികൾ വെക്കുന്നത്, അതുപോലെ പിഗ്ഗി ബാങ്ക്സ്, പ്ലേറ്റ്സ്, കപ്പ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എല്ലാത്തിൻ്റെയും വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്ന് ഓടിച്ചെല്ലാം ഒന്ന് കാണിച്ചു തരാം.
अच्छा अच्छा इसमें कापूर डाल दो या एसेंशियल ऑयल डाल दो, जैसा लिक्विड डालो उसी का सुगंध आएगा। हाँ हाँ कैसा भी इसमें कलर चाहिए, कलर भी अलग अलग मिल जाएंगे। कितने इसका 240 का है ये वाला, कोई से भी ले लीजिए। इसमें कलर भी है। ഞാൻ ഈ ഷോപ്പിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത ഒരാളുണ്ട്, എൻ്റെ അമ്മ. അമ്മയ്ക്കാണെങ്കിൽ ഇത്തരം ഐറ്റംസൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാണാനും ഇഷ്ടമാണ്, എന്തെങ്കിലുമൊക്കെ വാങ്ങാനും ഇഷ്ടമാണ്. അപ്പം ഞാനിത് ഓരോന്ന് കാണുമ്പോഴും ഞാൻ അമ്മയെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ. അപ്പോൾ ഷോക്കേസിൽ വെക്കുന്ന കുറച്ച് ഐറ്റംസ് അച്ചു ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു നാട്ടിൽ കൊണ്ടുപോകുന്നതിനായിട്ട്. അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. അതുകൊണ്ട് ഈ സൈഡിലൊക്കെ പൊട്ടിയതൊക്കെ ആയിരിക്കണം കുറേ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട്. ഇതിന് ഓപ്പോസിറ്റും ഇതുപോലത്തെ തന്നെ സിറാമിക്കിൻ്റെ കടയാണ്. അവിടെ നിരത്തി ഒരു സൈഡിൽ നിന്ന് ഒരറ്റം വരെ ഉണ്ട്. ഇവിടെ ഈ ഭാഗം സിറാമിക് മാർക്കറ്റ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്, ലോണാവാല സിറാമിക് മാർക്കറ്റ് എന്നാണ്. അച്ഛന് വരാൻ മനസ്സില്ലാതെ അടുത്ത കടയിലോട്ട് കയറാനായിട്ട് നോക്കി നിൽക്കുകയാണ്. ഞങ്ങളൊക്കെ വിളിക്കുന്നുണ്ട്, വാ പോകാം, നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന്. എന്തുവാ അവിടെ എന്തുവാ? ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. പക്ഷേ ഞാനത് പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യാം, അതല്ലെങ്കിൽ ഇതൊരു ലോങ് വീഡിയോ ആയിപ്പോവും, എല്ലാവർക്കും ബോറിംഗ് ആകും. അപ്പോൾ പാർട്ട് 2-നായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പാർട്ട് 2 ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.